സിദ്ധാപുരം സെൻറ്റ് ജോസഫ് പള്ളി ഇടവപ്പള്ളിയുടെ ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു കപ്പ്യാളയാണിത്. അനേക വർഷങ്ങളായിട്ട് മാതാവിൻ്റെ പെരുന്നാൾ ഇങ്ങനെ നടത്തിക്കൊണ്ടുവരികയാണ്. പെരുന്നാളിന് കുർബാന 5 മണിക്ക് തുടങ്ങി അതിൻ്റെ പ്രദക്ഷിണം ഉണ്ടാവും. സിദ്ധാപുരത്തിലുള്ള സെൻറ്റ് ജോസഫ് ദേവാലയമാണിത്. പറയുകയാണെങ്കിൽ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ കാണുന്ന രീതി പുതുക്കി പണിതാണ്. ഇന്ന് മാതാവിൻ്റെ പെരുന്നാളാണ്. മാതാവിൻ്റെ പെരുന്നാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 5 മണിക്കാണ് കുർബാന. ദിവ്യബലിക്ക് ശേഷം കുറച്ച് മുമ്പ് എടുത്ത ഗ്രോട്ടോയിലാണ് നമ്മൾ പ്രദക്ഷിണമായിട്ട് പോയി നമ്മൾ മാതാവിന്
ദക്ഷിണമായിട്ട് ഈ കപ്പേളയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിവിടെ മൊബൈലുണ്ട്, അതുപോലെ മറ്റുള്ള കാര്യങ്ങളും കഴിഞ്ഞ് പോകും. ഇന്ന് എന്തെന്ന് അറിഞ്ഞുകൂടെ, ഇലക്ട്രിസിറ്റിയൊക്കെ കുറച്ച് ഓഫാക്കി വെച്ചതാണോ ഓഫാണോന്ന് അറിഞ്ഞുകൂടെ. ದಯವಿಟ್ಟು ರಸ್ತೆ ಮೇಲೆ ನಿಲ್ಬೇಡಿ, ಆದಷ್ಟು ಒಳಗೆ ಬನ್ನಿ, ಈ ಕಡೆಗೆ ಬನ್ನಿ, ದಯವಿಟ್ಟು ಒಳಗೆ ಬನ್ನಿ. ರಸ್ತೆ ದಾರಿಯಲ್ಲಿ ವಾಹನಗಳಿಗೆ ದಾರಿ ಮಾಡಿಕೊಡಿ. പ്രദക്ഷിണം പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ രണ്ട് പ്രദക്ഷിണത്തിൻ്റെ കൂടെ ഒന്ന് പേരെന്ന് പറയുമ്പോൾ പേരുകളും വഹിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഇച്ചിരി നേരത്തെ ഇങ്ങോട്ട് പോകുന്നു. ದಯವಿಟ್ಟು ರಸ್ತೆ ಮೇಲೆ ನಿಲ್ಬೇಡಿ, ದಯವಿಟ್ಟು ಒಳಗೆ ಬನ್ನಿ, ಈ ಕಡೆ ಜಾಗ ಇದೆ, ದಯವಿಟ್ಟು ಈ ಕಡೆ ಬನ್ನಿ. ಹೋಗುವಂತಹ ವಾಹನಗಳಿಗೆ ಜಾಗ ಮಾಡಿಕೊಡಿ ದಯವಿಟ್ಟು. ದಯವಿಟ್ಟು ನೋಡಿ, ಆ ಕಡೆ ಇದ್ದವರೆಲ್ಲರೂ ಮಾತೆ ಮರೆಮಲ್ಲವರ ಆ ಒಂದು ಪ್ರಿಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, ಮಾತೆ ಮರೆಯವರ ಜಯಂತಿಯನ್ನು ವಿಶ್ವಜ್ಞಾನದಿಂದ ಅದ್ದೂರಿಯಿಂದ ಆಚರಿಸಲು ನಾವು ಇಲ್ಲಿ ಸೇರಿದ್ದೇವೆ. ಮಾತೆ ಮೇಲಿನ ನಮ್ಮ ಭಕ್ತಿ ಮತ್ತು ಪ್ರೀತಿ ನಮ್ಮ ಆಧ್ಯಾತ್ಮಿಕ ಬೆಳವಣಿಗೆಗೆ ಖಂಡಿತ ನೆರವಾಗುವುದರಲ್ಲಿ ಸಂದೇಹವಿಲ್ಲ. ಆದ್ದರಿಂದ ಪ್ರಿಯ ಸಹೋದರ ಇವಾಗ ವಿಶೇಷವಾಗಿ ಮಾತೆ ಮರೆಯವರಿಗೆ ನಮ್ಮ ಎಲ್ಲ ಕುಟುಂಬ, ನಮ್ಮ ಧರ್ಮಕೇರಿದ ಎಲ್ಲ ಯುವಕ ಯುವತಿಯರು, ನಮ್ಮ ಧರ್ಮಕೇರಿದ ಮಕ್ಕಳೇ ಪುಷ್ಪಗಳನ್ನು ತಂದಿದ್ದೇವೆ. ಈ ಪುಷ್ಪಗಳೊಂದಿಗೆ ನಮ್ಮ ಹೃದಯಗಳನ್ನು ನಿಮ್ಮವರೆಗೆ ನಾವು ಅರ್ಪಿಸುತ್ತಿದ್ದೇವೆ. ನಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಿರಿ. ಮಾತ್ರವಲ್ಲ, ನಾವು ನಿಮ್ಮಂತೆ ನಾವು ಕೂಡ ಪರಿಶುದ್ಧವಾಗಿ ಬಾಳುವಂಥ ವರವನ್ನು ನಮ್ಮೆಲ್ಲರಿಗೂ ನೀವು ದಯಪಾಲಿಸಿರಿ. ನಮ್ಮ ಪ್ರಭು ಕ್ರಿಸ್ತನ ಮುಖಾಂತರ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. ಸರ್ವೋಚ್ಚ ಶ್ರೇಷ್ಠರು ನಿಮ್ಮ ನಾಮವನ್ನು ಕೊಂಡಾಡುತ್ತೇವೆ. ಆಶೀರ್ವಾದವನ್ನು ಪಡೆಯುತ್ತೇವೆ.
ಪ್ರಾರ್ಥಿಸೋಣ. ಓ ದಯಾಮಯ ತಂದೆಯೇ, ನಿಮ್ಮ ಪುತ್ರರ ಜನನಕ್ಕಾಗಿ ಮಾತೆ ಮರಿಯಮ್ಮನವರನ್ನು ಸಕಲ ಪಾಪ ಕಳಂಕಗಳಿಂದ ದೂರವಿರಿಸಿ ಜನ್ಮ ಪಾಪವಿಲ್ಲದೆ ಧರಿಸುವಂತೆ ಮಾಡಿದಿರಿ. ಅದೇ ಕನ್ಯಾಮೃಗದಿಂದ ಅದರ ಮೂಲಕ ನಾವೆಲ್ಲರೂ ಪರಿಶುದ್ಧವಾಗಿ ಬಾಳುವಂತೆ ಮಾಡಿರಿ. ಮಾತೆ ಮರಿಯಮ್ಮನವರನ್ನು ಸನ್ಮಾನಿಸುತ್ತಿರುವ ಈ ನಮ್ಮ ಧರ್ಮ ಕೇಂದ್ರದ ಪ್ರತಿಯೊಬ್ಬರನ್ನೂ ಆಶೀರ್ವದಿಸಿರಿ ಮತ್ತು ಈಕೆಯೊಂದಿಗೆ ಮೋಕ್ಷಾನಂದವನ್ನು ಪಡೆಯುವಂತವರನ್ನು ನಮಗೆ ನೀಡಿರಿ. ನಮ್ಮ ಪ್ರಭು ಕ್ರಿಸ್ತರ ಮುಖಾಂತರ ನಿಮ್ಮನ್ನು ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. ಪ್ರಭು ನಿಮ್ಮೊಡನೆ ಇರಲಿ. ಸರ್ವಶಕ್ತ ದೇವರಾದ ಪಿತಾ, ಸುತ ಮತ್ತು ಪವಿತ್ರಾತ್ಮರು ನಿಮ್ಮೆಲ್ಲರನ್ನು ಆಶೀರ್ವದಿಸಲಿ. ಹೋಗಿ ಬನ್ನಿ, ಈ ಹಬ್ಬ ಇಂದಿಗೆ ಮುಗಿಯಿತು. ದೇವರಿಗೆ ಕೃತಜ್ಞತೆ ಸಲ್ಲಿಸಲಿ. ಪುತ್ರರೊಡಗೂಡಿ ಹರಸೆ ಮನಪಾಯೆ. ಪವಿತ್ರ ಶಬ್ದದ ಮೂಲಕ ನಮ್ಮ ಸರ್ವೇಶ್ವರ ಪಿತನ ಮತ್ತು ಸುತನ ಮತ್ತು ಪವಿತ್ರಾತ್ಮನ ನಾಮದಲ್ಲಿ ഞാൻ ഇവിടെ പള്ളിയുണ്ട്. ജോൺസേട്ടാ, പെരുന്നാളൊക്കെ വളരെ ഭംഗിയായി നമ്മളത് കാണുകയും ചെയ്തു. പക്ഷെ പെരുന്നാളിനെ കുറിച്ച് ഇതിന് പുറകിൽ നിങ്ങൾ എത്രത്തോളം പ്രവർത്തിച്ചു, അതുപോലെ എത്രത്തോളം സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഈ രീതിയിൽ നിങ്ങളാക്കാൻ സാധിച്ചത്, ദൈവത്തിന് കൃപ എത്ര ഉണ്ടായി, അതൊന്ന് നമുക്ക് പറയാം. ഇത് സിദ്ധാപുരം സെൻറ്റ് ജോസഫ് ഇടവകയാണ്. മാതാവിൻ്റെ പെരുന്നാൾ വർഷം തോറും ഓരോ വിവാഹക്കാർ അതിനെ ഏറ്റെടുക്കും പെരുന്നാളിന് നടത്താൻ. ഇല്ലെങ്കിൽ ഒരു കുടുംബക്കാർ അതിനെ ഏറ്റെടുത്ത് നടത്തും. ഇല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഈ കൊല്ലത്തെ പെരുന്നാൾ നടത്തിയത് ഇവിടെ CB9 എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയുണ്ട്. CB9 എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അവരാണ് ഈ കൊല്ലത്തെ ഈ പെരുന്നാൾ ആഡംബരമായിട്ടും എല്ലാ വിധത്തിലും പള്ളിയുടെ അലങ്കാരമായാലും ശരി, മാതാവിൻ്റെ ഗ്രോട്ടോലുള്ള പരിപാടിയായാലും ശരി, അത് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണത്തിനും കൂടി അവരാണ് ഇതിൻ്റെ എല്ലാ ചെലവുകളും വഹിക്കുന്നത്. അച്ഛന്മാർക്ക് ഇതിൽ ഏതൊരു ചെലവും ഇല്ല. എല്ലാം മൊത്തത്തിൽ അവരുടെ ചെലവുകളെല്ലാം ഈ CB9 ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് ഈ പെരുന്നാളിനെ വർഷം തോറും ഇവിടെ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാറുണ്ട്. ഇടവക്കാരൊക്കെ എങ്ങനെ സഹകരിക്കണം? ഇടവക്കാര് ഒന്നിറങ്ങം വന്ന് ഇപ്പം ഇവിടെ കാലത്തെയും കുർബാനയുണ്ട്. ഈ ആഗസ്റ്റ് 39 തുടങ്ങിയ ഈ നൊവേനയിൽ കാലത്തെ പള്ളിയിൽ കുർബാനയും അതിനോട് പൂ ഉള്ള ഇതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ ഗ്രോട്ടോൻ്റെ അടുത്ത്, മാതാവിൻ്റെ ഗ്രോട്ടോൻ്റെ അടുത്ത്, അവിടെ ഓരോ നമ്മുടെ ഇവിടെ ഈ ഇടവക്ക് 9 വിഭാഗമുണ്ട്. 9
വാർഡുകളുണ്ട്. ഓരോ വാർഡും ഓരോ ദിവസമാണ് അതിൻ്റെ ചുമതല ഏറ്റെടുത്തേക്കുക. അന്ന് അവർ അവിടുത്തെ കൊന്തയെത്തിക്കൽ കഴിഞ്ഞ പിന്നെ ഒരു ലഘുവായ ഭക്ഷണങ്ങൾ അവിടെ കൊടുക്കും. രാത്രി 6-7 മണിയാകുമ്പോഴത്തേക്കും അവിടുത്തെ കൊന്തയെത്തിക്കൽ കഴിയും. അവിടുന്ന് ഓരോ വീട്ടുകാരും ആ വാർഡുകാരും എല്ലാം ഒന്നിച്ച് വന്നിട്ട് അവിടെ അതിന് നേതൃത്വം കൊടുത്ത് ഒരു ലഘുവായ ഭക്ഷണം കൊടുക്കും. അത് കാഫിയും പായസമായിട്ടോ പപ്സായിട്ടോ ഇങ്ങനെ അനേക രീതിയിൽ അവിടെയും വൈകുന്നേരം നേരങ്ങളിൽ ഒരു 100-150 ആൾ അവിടെയും കൂടുതൽ. ഇത് കൂടുതലും മലയാളികളാണോ അതോ മറ്റുള്ള ആൾക്കാരാണോ? ഇവിടെ മലയാളികളുണ്ട്, തമിഴും ഉണ്ട്, കൊങ്കണിയും ഉണ്ട്, കന്നഡക്കാരും ഉണ്ട്. പക്ഷെ ഭൂരിപക്ഷം മലയാളികളാണ് ഈ ഇടവകയിൽ ഉള്ളത്. എത്ര കുടുംബമുണ്ട് കാണിച്ചിട്ടാ? ഇവിടെ കുടുംബം ഏകദേശം ഒരു 400-425 കുടുംബമുണ്ട് ഇവിടെ. എല്ലാവരും സമ്പന്നരാണോ അതോ മീഡിയമാണോ? സമ്പന്നന്മാരും ഉണ്ട്, മീഡിയമും ഉണ്ട്, തോട്ടപ്പണിക്കാരും ഉണ്ട്, ദിവസപ്പണിയെടുക്കുന്നവരും ഉണ്ട്. എല്ലാവരും നിങ്ങളുടെ ഇതുമായിട്ട് യോജിച്ചെങ്ങനെ പോകുന്നു? എല്ലാവരും യോജിക്കുന്നു. ഒന്നടങ്കം ആരും അതിനൊരു വേറെ ഒരു രീതിയിലും അതിനെ എതിർക്കുന്നതോ ഒന്നുമില്ല. എല്ലാവരും മാതാവിന്റെ പെരുന്നാളിനെ ഉള്ളടങ്കം ഏറ്റുകൊണ്ടാണ് ഈ പെരുന്നാളിനെ അവർ സ്വീകരിക്കുന്നത്. ഇനിയിപ്പോൾ സെന്റ് ജോസഫ് ഇടവകയാകുമ്പോൾ അതിന്റെ ഒരു പെരുന്നാളുണ്ട്, അത് എപ്പോഴാണ് തുടങ്ങുക? അത് May 1 May 1 എല്ലാ വർഷവും. May 1 ഒരാഴ്ച അതോ ഒരു ദിവസമോ? അല്ല, May 1 ആ ഡേറ്റിൽ നമ്മള് സെന്റ് ജോസഫിന്റെ ഇതാക്കും. അതല്ലാണ്ട് സെന്റ് സെബാസ്റ്റ്യൻ ഫീസ്റ്റും നമ്മൾ ഇവിടെ നടത്താം. അത് അപ്പോൾ തന്നെയാണോ? അതിന് ഒരു ഡേറ്റ് സെബാസ്റ്റ്യൻ പുണ്യാളുടെ തിരുനാളിനനുസരിച്ചുള്ള അപ്പോൾ ഇവിടെ രണ്ട് പെരുന്നാളുണ്ട്. ഇവിടെ മാതാവിന്റെ കൂട്ടിയ 3 പെരുന്നാളാണ്. ശരി. ഓക്കെ ജോൺസേട്ടാ, ഇത്രയും കാര്യം പറഞ്ഞു തന്നതിന് വളരെ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ ജോൺസൺ.